ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജൂലൈ 9 ഭാരത് ബന്ദ് ആണെങ്കിലും എനിക്ക് എക്സാം ഉള്ള ദിവസമായിരുന്നു. കുറച്ച് പാർട്ടി പരിപാടി അല്ലാണ്ട് ഒരു കട പോലും തുറന്നിട്ടും ഇല്ല, റോഡിലധികം ആൾക്കാരും ഇല്ല. എന്ത് വണ്ടിയിലെന്ന് പറഞ്ഞാൽ എക്സാമിന് പോകാണ്ട് ഒരു വഴിയില്ല. ഇതെന്റെ MCAയുടെ 3rd സെം എക്സാം ആണ്. സാധാരണ തിക്കും തിരക്കും ബ്ലോക്കും കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോണെങ്കിൽ ഇന്ന് നല്ല കൂളായിട്ട് ഫ്രീ ആയിട്ടാണ് റോട്ടിൽ കൂടെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയത്. നമുക്ക് എക്സാം സെന്റർ വരുന്നത് തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ആയിരുന്നു. ഇന്നത്തെ എന്റെ എക്സാം ഉച്ചക്ക് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് ഇൻ ബിറ്റ്വീൻ ഡേയ്സ് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ടിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കോളേജിൽ ചെല്ലും. രാവിലെ തുടങ്ങി ഉച്ച വരെ കിട്ടുന്ന ടൈമിലായിരിക്കും ഞാൻ മോസ്റ്റ്ലി എല്ലാം ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ പഠിക്കണത്. അപ്പൊ അതുകൊണ്ടിട്ട് രാവിലെ തന്നെ ഞാൻ ആ കോളേജിൽ പോയി ഇരിക്കാൻ വേണ്ടി പോണേണ്. ഭാരത് ബന്ദ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു ബുധനാഴ്ചയായിട്ട് പോലും ഈ കോളേജിന്റെ ഈ ഒരു ഭാഗത്തൊന്നും ഒറ്റ മനുഷ്യനില്ലാത്തത്. ഇല്ലെങ്കിൽ എല്ലായിടത്തും നല്ല ആൾക്കാരായിരിക്കും. ആരുമില്ലല്ലോ, ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴായിരുന്നു ഈ കോളേജിൽ തന്നെയുള്ള പിള്ളേർക്ക് അവരുടെ ഓണം സെലിബ്രേഷന്റെ പ്രൊമോ വീഡിയോ ആണെന്ന് തോന്നുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഡാൻസും പാട്ടൊക്കെ ഇട്ട് പിന്നെ ഞാൻ കുറച്ചേരം അതും നോക്കിയിരുന്നേച്ച്. പിന്നെ പഠിപ്പൊരു വഴിയായി. ഡാൻസും പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കോളേജ് ലൈഫ് വല്ലാണ്ട് മിസ് ചെയ്തു. പിന്നെ സമയം പെട്ടെന്ന് പോയി, എക്സാമിന് ടൈമായി, എക്സാമിന് കയറി, പിന്നെ തിരിച്ചിറങ്ങിയിട്ടുള്ള അവസ്ഥയാണ് ഇത്. കിളിപോയ അവസ്ഥയായിരുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡെക്കാത്തലോണിലോട്ടായിരുന്നു. ഡെക്കാത്തലോൺ ഓപ്പൺ ആയിരിക്കും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ വെറുതെ പോയി നോക്കാം, കറങ്ങി നോക്കാന്നും പറഞ്ഞ് ഈ വഴിയെത്തി. സാധാരണ ഡെക്കാത്തലോണിലെ ക്രൗഡ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഡെക്കാത്തലോണില്. അത്രയും ആള് കുറവായിരുന്നു. പിന്നെ ഞങ്ങള് ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി വാങ്ങാൻ എന്തൊക്കെയോ ഉദ്ദേശിച്ച് പോയി. പക്ഷേ ലാസ്റ്റ് ഒന്നും വാങ്ങാണ്ട് നമ്മൾ ഇറങ്ങിപ്പോന്നു. നമ്മള് ഒന്നും വാങ്ങിച്ചില്ല, വെറുതെ വില നോക്കിയിട്ട് തിരിച്ചു. ഞങ്ങ ബന്ദിന്റെ അന്ന് ഡെക്കാത്തലോൺ എങ്ങനെ ഉണ്ടാവും കാണാനെന്ന് നോക്കാൻ വന്നത്. കണ്ട് തിരക്കൊന്നുമില്ല. അപ്പൊ ഓക്കെ, ബൈ. നല്ല ഭംഗിയുണ്ട്. എന്റെ എക്സാം ഉച്ചക്കായിരുന്നതുകൊണ്ട് തന്നെ ലഞ്ചായിട്ട് അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ഹോട്ടല് തപ്പിപ്പിടിച്ചെടുത്ത് അവിടെ നിന്ന് നല്ല ചൂട് ബീഫും പൊറോട്ട നന്നായിട്ട് കഴിച്ചു. ബീഫിന്ന് ആവി പറക്കണ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ഒന്നും കൂടെ ആ ബീഫ് കാണിച്ചിട്ട് പോസ് ചെയ്തിട്ട് വീണ്ടും കഴിക്കാൻ പോണതാണ് ഈ കാണുന്നത്. നേരത്തെ ഞങ്ങള് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു കോംബോ ആയിരുന്നു ഈ പൊറോട്ട ബീഫ് കോംബോ. പക്ഷെ ഇപ്പൊ അങ്ങനെ എപ്പോഴൊന്നും കഴിക്കാറില്ല. വല്ലപ്പോഴൊക്കെ അധികം ആഗ്രഹം തോന്നിയാൽ മാത്രം കഴിക്കുന്ന ഒരു സാധനമാണത്. എന്താ സാർ, വയറ് നിറഞ്ഞു. നമ്മളിപ്പോ വന്നത് മരട് കൊട്ടാര ഫാമിലി റെസ്റ്റോറന്റ്. അല്ല, മരടിന്ന് കുണ്ടന്നൂർ പോണ വഴി. ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് പോണത്. ദാ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ഹാർബർ ബ്രിഡ്ജ് അഥവാ മട്ടാഞ്ചേരി പാലം. തിരിച്ചു വന്ന വഴി ഞാൻ എന്റെ വീട്ടിലൊന്ന് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മ വാവ് ചൈനയിൽ നിന്ന് ഷൗമിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡടി കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽഫി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.